അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ സഖാഫികളുടെ മുഖാമുഖത്തിന് അവരെ മുഖം നഷ്ടപ്പെടുത്തിയ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്താ ചോദിച്ചാൽ, മരിച്ച ആളുകളോട് സഹായം തേടുമ്പോൾ ആ മരണപ്പെട്ടവർക്ക് നമ്മളെ സഹായിക്കാൻ എന്ത് സബബാണുള്ളത്? മരിച്ചുപോയ മനുഷ്യന്മാർക്ക് നമ്മെ സഹായിക്കാൻ എന്തു സബബാണുള്ളത്? കാരണം കാണാൻ കണ്ണില്ല, കേൾക്കാൻ കാതില്ല, പിടിക്കാൻ കൈയില്ല, നടക്കാൻ കാതില്ലല്ലോ. എങ്കിൽ മരിച്ചുപോയ ആളുകൾക്ക് നമ്മെ സഹായിക്കാനുള്ള സബബ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പിന്നെ വല്ലാത്തൊരു കാട്ടിക്കൂട്ടൽ അവിടെ നടന്നത്. ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അലവി സഖാഫിയോട് ഒരു ചോദ്യം കൂടി, അവസാനത്തെ ചോദ്യമാണ്. ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, ആരും ചിരിക്കൊന്നും വേണ്ട, അതൊരു പ്രയാസമല്ല. ഇൽമിന്റെ സദസ്സാണ്, ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ ബഹുമാന്യനായ അലവി സഖാഫി, അവസാനത്തെ ചോദ്യമാണ് ഈ വിനീതൻ്റെ, ഈ ഉള്ളവൻ്റെ. വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ്? ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതായത് അവരോട് ഇസ്തിഗാസ നടത്താൻ, അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ? ഏതായത്തിൻ്റെ അടിസ്ഥാനത്തിൽ? ആ സബബ് ഒന്ന് വിശദീകരിക്കുക. അതിന്റെ മറുപടി ഞാനാ പറയുന്നത്. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാണ്. എന്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഖാഫി. ചോദ്യം, വഫാത്തായ മഹാത്മാക്കൾ അവരോട് ജീവിതായ മഹാത്മാക്കളെ പറ്റിയാണ് ചോദ്യം. അതെ അതെ, വഫാത്തായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ്. അതെ, മനസ്സിലായല്ലോ? ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ. ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞ ആരാണ്? ഇതിന് മറുപടി നിങ്ങൾ പറയും. അമ്പിയാക്കൾ. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാം അമ്പിയാക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ. അത് മാത്രമൊന്നുമല്ല. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മഹാത്മാവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ ഔലിയാക്കൾ, അമ്പിയാക്കൾ. ഞാനും മഹാത്മാവാണ്. അല്ലെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ മഹാത്മാവാണല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഞാനും പറയണേ, ഞാൻ മഹാത്മാവാണ്. വഫ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ മരിക്കും. അതിന് ശേഷം പറ്റുമല്ലോ അപ്പൊ പറയാം. നിങ്ങളെ പറയട്ടെ നിങ്ങളെ വഫാത്തായതിന്റെ ശേഷം ആരെങ്കിലും മഹാത്മാവാണെങ്കിൽ ഓക്കെ, നിങ്ങളെ ശിഷ്യൻ ഞാൻ മഹാത്മാവാണോ അല്ലയെന്നാ ചോദിക്കണത്. അള്ളാഹുവിനറിയാം. നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. മഹാത്മാവാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്നോട് ചോദിക്കാൻ പറ്റുമോ ചോദിക്കണത്? മഹാത്മാവാണെങ്കിൽ എന്നല്ലേ, ഞാൻ മഹാത്മാവാണ്, മരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. ഇവിടെ സമയം കളയണ്ട. ഞാൻ അലവി സഖാഫിനോട് അലവി സഖാഫിനോട് പറയട്ടെ, വിനീതമായിട്ട് പറയട്ടെ. ഞാൻ അലവി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത്. നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല. ഞാൻ അലവി സഖാഫിയുടെ മുഖാണ് നോട്ടീസിൽ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമുള്ള കാര്യം പറഞ്ഞു നോട്ടീസ്. അപ്പൊ കണ്ടോ, ഇതാണ് മുഖാമുഖം. അപ്പൊ എന്താ ചോദ്യം? മരിച്ചുപോയവർ സഹായിക്കുമെന്ന് പറയാൻ എന്തു സബബാണുള്ളത്? ഏത് സബബ? ഏത് ആയത്തിലാണ് അള്ളാഹ് പഠിപ്പിച്ചത്? ഏത് ഹദീസിലാണ് ഉള്ളത്? മരിച്ചുപോയവരും സബബാണ് എന്ന് വല്ല രേഖയുമുണ്ടോ? മറുപടി നമ്മൾ കേട്ടല്ലോ. ഞാൻ മഹാത്മാവ് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന മൂപ്പര് മഹാത്മാവായിക്കോട്ടെ, മൂപ്പർക്ക് അങ്ങനെ ഒരു ബോധം തരാം. പക്ഷെ എന്താല്ല ആ നോട്ടീസിൽ എവിടെ മൂപ്പരെ പേര് കൊടുത്തില്ല. ഇനി മഹാത്മാക്കൾ വേണ്ടെന്നുകൊണ്ട് പേര് ഒഴിവാക്കിയതാണോ നമുക്കറിയില്ല. നൗഷാദ് ഹസനി പിറ്റേന്നും ഇവിടെ ചെമ്മാനെടുത്ത പ്രോഗ്രാമിൽ പറഞ്ഞു, കാര്യം ഇയാൾ പറഞ്ഞത് ഞാൻ മരിച്ചാൽ എന്നോട് ചോദിച്ചുകൊണ്ട് കുഴപ്പമില്ലാന്ന്. അതിന് നൗഷാദ് ഹസനി പറഞ്ഞു, ആ മരിച്ച ചെന്നാമതി ചോദ്യം അവിടെ നിന്നുണ്ടാവുന്ന. ആയിക്കോട്ടെ. അപ്പം ഏതായിരുന്നാലും ഇതാണ് PKM സഖാഫി ഇരിങ്ങൽ. ഇവിടെ ഈ മർക്കസിൻ്റെ ആളാണ്. ഇനി മൂപ്പര് മരിച്ചാലോ മർക്കസിന് വേറെ ചെയ്യിക്കും. മൂപ്പര് മരിച്ചാൽ ഇപ്പോൾ തൽക്കാലം ഉസ്താദനെ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാം മൂപ്പര് മഹാത്മാവാണല്ലോ, ആ സ്ഥാനത്ത് വേറെ ആളെ ഏൽപ്പിക്കണ്ടെന്ന് പറയോ? അപ്പോൾ പള്ളിക്ക് ഖതീബ് മാറും, അവിടുത്തെ ഉസ്താദ് മാറും, ദർസത്താമിനെ വേറെ ഉസ്താദ് ഏൽപ്പിക്കും, അവിടുത്തെ സ്ഥാനത്ത് വേറെ ആളെ കൊണ്ടുവരും. മൂപ്പര് മഹാത്മാവല്ല, മൂപ്പര് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിച്ചാൽ എന്നോട് ചോദിച്ചാൽ മതി എന്ന്. അതുകൊണ്ട് മൂപ്പനെ ആയിക്കോട്ടെ അവിടെ പ്രസിഡന്റ്, മൂപ്പനെ ആയിക്കോട്ടെ ഖതീബ് എന്നാരെങ്കിലും പറയോ? ഇല്ല. ഇതാണ് സഹോദരങ്ങളെ മുഖാമുഖത്തിൻ്റെ കോലം. ഇപ്പം ചോദിച്ചിന് മറുപടി ഇല്ല.
ആ ചോദ്യത്തിന് മറുപടിയില്ല. അതുകൊണ്ടാണ് ആ നിലക്ക് പറഞ്ഞു ഒപ്പിക്കേണ്ടി വന്നത്. അത് മഹാത്മാവിനൊരു സംശയമൊന്നുമില്ല. പക്ഷെ ഏത് കാര്യത്തിലാണ് പറയുന്നത്? മൂപ്പര് വലിയ കഴിവുള്ള മനുഷ്യൻ. മൂപ്പരെ കഴിവ് മൂപ്പര് എന്നെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. ഒന്ന് കേട്ടോളി നിങ്ങൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞു പോയി. നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ. വെറുതെ പറയുന്നല്ല, 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500ന്റെ ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചത്. എന്റെ ഒപ്പം 10 ഒന്നായിട്ടാണ് കൂടി. രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടായിരുന്നു. 10 കൂടി ഷെയ്ഖുനാന്ന് വിളിച്ചിട്ട് എനിക്ക് ആദിക്കണ ധാരണന്ന് നമ്മളിപ്പോ രാത്രി ഇറങ്ങിയെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ. വെറുതെ എന്തായാലും നടക്കൂല. ഞാനപ്പോ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരെന്റെ പിന്നാലെ 10 ഒന്നിച്ചിട്ട് കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പി കൊണ്ട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിൽ കിടന്നിട്ട് ചിലി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുകയുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടിയെത്തിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടര് കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു അവിടെ കോളേജിന്റെ അടുത്ത് ഇങ്ങളെ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട്. ഇവര് പോയിട്ട് നിരത്തിയാണ്ട് വെച്ചു. അപ്പൊ ആള് മഹാനാണ്, മനസ്സിലായി. സാധാരണക്കാരല്ല. ഒരു 500 അരിഷ്ട കുപ്പി അടുപ്പൊളിച്ച് ഇവിടെ തിരികണമെങ്കിൽ സാധാരണക്കാർക്ക് പറ്റൂല. അത് പലതും തിരികെ പരിചയമുള്ളവനെ പറ്റുള്ളൂ, അല്ലാത്തൊരു പറ്റൂല. ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും മൂപ്പരാണ് പറഞ്ഞത്, ഞാൻ അലവി സഖാഫിയെക്കാളും മേലെയാണ്, ഞാൻ മഹാനാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചാലും ചോദിച്ചുകൊണ്ടൊരു കുഴപ്പമില്ല. ഇതാണ് മുഖാമുഖത്തിന്റെ കോൾ. അത് നമ്മൾ നോട്ടീസ് കൊടുത്തത് മുഖം നഷ്ടപ്പെട്ട സഖാഫി മുഖാമുഖം. അപ്പൊ സഹോദരങ്ങൾ, ഇതിനൊരു ആവശ്യമില്ല. ഇത് ഷിയാക്കൾ ആശയം സ്വീകരിച്ചപ്പോണ്ടായ ഇടങ്ങാറ് വേറൊന്നുമല്ല. ഇതിന് ആയത്ത് പറയാൻ കഴിയില്ല. മരിച്ചുപോയ ആളുകളും ഇവിടെ സഹായിക്കും എന്ന് പറയാൻ, അവർ സബബാണെന്ന് പറയാൻ എന്ത് രേഖയാ പറയുക? അങ്ങനെ രേഖ ഇല്ല. അത് ഷിയാക്കൾ പഠിപ്പിച്ച ആശയമാണ്, അല്ലാതെ അഹ്ലുസുന്നയുടെ ആശയമല്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താ? അല്ല നിശ്ചയിക്കാത്ത വ്യവസ്ഥ, അല്ല പഠിപ്പിക്കാത്ത രീതി, പടച്ച റബ്ബിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളിൽ പടപ്പോട് സഹായം തേടുന്നു. അതവിടെ ചെയ്യുന്നത്. ഇത് ന്യായം എന്താ? ഇലാഹാന്ന് വിശ്വാസമല്ല, ഖാലിഖാന്ന് വിശ്വാസമല്ല, സ്വയം കഴിവുണ്ട് വിശ്വാസമല്ല. ആ വിശ്വാസം ഉണ്ടെങ്കിലേ അത് ശിർക്കാവുള്ളൂ. യഥാർത്ഥത്തിൽ അശ്ശരിയത്തിന്റെ അസ്ലു പ്രകാരം അങ്ങനെ സംഗതി പറയാൻ തന്നെ പറ്റും നിങ്ങൾക്ക്. അശ്ശരിയത്തിന്റെ അസ്ലു പ്രകാരം ആരെന്തു ചെയ്താലും അത് മുഴുവനും അതൊക്കെ പടച്ച റബ്ബിന്റെ ഫീൽ തന്നെയാണ് എന്നല്ലേ? എന്നല്ലേ? സൃഷ്ടികൾ ചെയ്യുന്ന ഏത് കാര്യവും പടച്ച റബ്ബിന്റെ ഫീലാണ് എന്നല്ല അശ്ശരിയത്തിന്റെ അസ്ലു. ആ അസ്ലു പ്രകാരം നിങ്ങൾക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുക? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അശ്ശരിയത്വമില്ല എന്നാണ് ബോധ്യമാകുന്നത്. അശ്ശരിയത്വമില്ല. അതല്ലെങ്കിൽ അവിടെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ. മുദബ്ബിറുൽ ആലം വിഷയത്തിൽ ഏതാണ് ശരിയായ അശ്അരി അഖീദ? നിങ്ങൾ പറയണം. അശ്അരി മാത്രം ഇത് രണ്ടാരും ഒന്ന് സ്വീകരിക്കണം പറയണ്ടല്ലോ. എങ്കിൽ ഈ മുദബ്ബിറുൽ ആലം അടക്കമുള്ള ഈ കൊടുത്തു കഴിവടക്കമുള്ള വിഷയങ്ങളിൽ ശരിയായ അശ്അരി അഖീദ ഏതാണ്? നിങ്ങൾ ഇപ്പൊ കൊണ്ടെടുക്കുന്ന അഖീദ അശ്അരി അഖീദയാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് മൂന്നാമത് ചോദ്യം കൂടി ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ജബരിയത്തിന്റെ വാദമാണ്. ഇത് ജബരിയാക്കളുടെ വാദമാണ്. അടിമക്കൊരു ഫഈലുമില്ല, അടിമക്കൊരു പ്രവൃത്തിയുമില്ല എന്ന് വധിച്ച ജബരിയത്ത് അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ അശ്അരിയത്ത് എന്ന പേരിൽ ഇവരിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏതാണെങ്കിലും നമുക്ക് അനുവദിച്ചത് എന്താ? അല്ലാഹു തആല നിശ്ചയിച്ച അസ്ബാബുകൾ ഏതാണോ ആ അസ്ബാബുകൾ അടിസ്ഥാനത്തിലുള്ള ചോദ്യം, അതാണ് നമുക്ക് അനുവദിക്കപ്പെട്ടത്. അത് അനുവദിക്കപ്പെട്ടത് മാത്രം. ഹറാമായി ചോദിക്കാൻ പറ്റൂല, അതേപോലെ വെറുക്കപ്പെട്ട് ചോദിക്കാൻ പറ്റൂല. നന്മയിൽ മാത്രം അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രമുള്ള ചോദ്യമാണ്. അസ്ബാബുകൾക്ക് അപ്പുറമുള്ളതോ അത് പടച്ച റബ്ബിന് നേരെ ലഭിക്കേണ്ടതാണ്. അത് റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടതാണ്. അതാണ് അഹ്ലുസുന്ന പഠിപ്പിച്ച ആശയം. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ അർബഊന നബവിയ്യ, ഇമാം നബിയുടെ 40 ഹദീസുകൾ എന്ന വിശ്വപ്രസിദ്ധമായ ഹദീസ് സമാഹാരം, അതിന് നബി ഇമാമത്തിന് നൽകിയ വ്യാഖ്യാനമുണ്ട്. ശറഹു മത്നിൽ അർബഈന നബവിയ്യ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പഠിപ്പിക്കുകയാണ് 19ാമത്തെ ഹദീസ്. 40 ഹദീസിൽ 19ാമത്തെ ഹദീസ് ഏതാ ഹദീസ്? നബി തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞ ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് നബി തങ്ങൾ പറയാണ്, നബി ഇബ്നു അബ്ബാസ്, ഞാൻ നബിയുടെ കൂടെ
നടക്കുകയായിരുന്നു. കുന്തു ഖൽഫൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ, ഒരു ദിവസം ഞാൻ നബിയുടെ പിറകിൽ പോവുകയായിരുന്നു. ഫഖാല ലീ, അപ്പൊ നബി എന്നോട് പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, മോനെ ഞാൻ എനിക്ക് ചില വചനങ്ങൾ പഠിപ്പിച്ചു തരാം. ഇബ്നു അബ്ബാസ് എന്ന ചെറുപ്പക്കാരനായ കുട്ടിയെ നബി തങ്ങൾ നൽകുന്ന ഉപദേശമാണ്, മോനെ ചില ഉപദേശങ്ങൾ, ചില കലിമത്തുകൾ, ചില വചനങ്ങൾ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തരാം. യഹ്ഫദില്ലാഹ യഹ്ഫദുക, ഒന്നാമത്തെ നബിയുടെ ഉപദേശം അതാണ്, നീ അള്ളാഹനെ സൂക്ഷിക്കണം, എങ്കിൽ പടച്ചറബ് നിനക്ക് സംരക്ഷണമേകും. നീ അള്ളാഹനെ സൂക്ഷിക്കുക, എങ്കിൽ അള്ളാഹ് നിനക്ക് സംരക്ഷണമേകും. യഹ്ഫദില്ലാഹ തജിദ്ഹു തുജാഹക, നീ റബ്ബിനെ സൂക്ഷിക്കണേ, എങ്കിൽ നിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ ഏത് പ്രയാസത്തിലും പടച്ച റബ്ബിനെ നിനക്ക് അവിടെ കണ്ടെത്താനാകും. അള്ളാഹ് ഒരു മാർഗം നൽകും. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്, വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല അവനൊരു മഖ്റജ്, ഒരു എക്സിറ്റ് നൽകുന്ന, ഏത് പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടാനൊരു വഴി അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഖുർആന്റെ കൽപ്പന. എന്ന് നബി തങ്ങൾ പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാ വയസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, മോനെ നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാ, നീ അല്ലാഹുവിനോട് ചോദിക്കണേ. വയസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായത്തിനായി അർത്ഥിക്കുന്നുവെങ്കിൽ പടച്ച റബ്ബിനോട് സഹായത്തിനായി തേടണേ. നബി തങ്ങൾ ഇബ്നു അബ്ബാസ് നൽകുന്ന ഉപദേശമാണ്, നീ ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, സഹായം തേടുന്നുവെങ്കിൽ റബ്ബിനോട് സഹായം തേടുക. അല്ലാതെ ഇവന് പറഞ്ഞ പോലെ സ്വയം കഴിവുണ്ട് വിശ്വസിക്കാതെ ആരോടും തേടിക്കോ എന്നല്ല പറഞ്ഞത്. ഈ സഹായം തേടൽ ഏതാ? നീ അള്ളാഹിനോട് തേടുക എന്ന് പറഞ്ഞല്ലോ, അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പൊ തമ്മിൽ ചോദിക്കുന്നില്ലേ? പണം കടം ചോദിക്കുന്നില്ലേ? ഭക്ഷണം ചോദിക്കുന്നില്ലേ? പല സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ആവശ്യപ്പെടുന്നില്ലേ? അതൊക്കെ ഈ ഹദീസിനെതിരാണോ? അല്ല. പിന്നെ എന്താ വേർതിരിവ്? ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ നബി ഇമാം റഹിമഹുല്ലാഹ് പറയാണ്, ഇലാ സഅൽത ഫസ്അലില്ലാ എന്ന് പറഞ്ഞാൽ ഇശാറത്തുൽ, അത് സൂചനയാണ്, ഇലാ അന്നൽ അബ്ദ ലാ യംബഗി ലഹു അൻ യുഅല്ലിഖ സിർറഹു ബിഗൈരില്ലാ, ഒരു അടിമ അവന്റെ മനസ്സിന്റെ ബന്ധം, അവന്റെ സ്വകാര്യമായ ബന്ധം, അത് പടച്ച റബ്ബിനോടല്ലാതെ ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല. ബൽ യതവക്കലു അലൈഹി ഫീ സായിരി ഉമൂരിഹി, എല്ലാ കാര്യത്തും തവക്കുൽ അല്ലാഹുവിലാണ്, തവക്കുൽ അല്ലാഹുവിൽ. എന്നാൽ സുമ്മയിൻ കാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ, എന്നാൽ അവൻ ചോദിക്കുന്ന കാര്യം രണ്ട് രൂപത്തിലുള്ള കാര്യമാവാം, രണ്ടു തരം ചോദ്യമുണ്ടാകാം. എന്താ? ഒന്ന്, ആ ചോദിക്കുന്ന കാര്യം ലം തജിൽ ആദത്തു ബിജറിയാനിഹാ അലാ ഐദി ഖൽഖിഹി, സൃഷ്ടികളെ കയ്യാൽ നടപ്പാക്കൽ പതിവില്ലാത്ത കാര്യമാണ് ചോദിക്കുന്നത് എങ്കിൽ, കണ്ടോ, സൃഷ്ടികളെ കയ്യാൽ നടപ്പാക്കൽ പതിവില്ലാത്ത കാര്യമാണ് അവൻ ചോദിക്കുന്നത് എങ്കിൽ, ആ കാര്യം ഏതാക്ക തൊലബിൽ ഹിദായത്തി, ഹിദായത്ത് ചോദിക്കുന്ന പോലെ, വൽ ഇൽമി, അറിവ് തേടുന്നത് പോലെ, വൽ ഫഹ്മി ഫിൽ ഖുർആനി വസ്സുന്നത്തി, ഖുർആനും സുന്നത്തിലുമൊക്കെ അവഗാഹം നേടാൻ, ഗ്രാഹ്യത നേടാൻ തേടുന്നത് പോലെ, വശിഫാഇൽ മർളി, രോഗം ശിഫയാകാൻ ചോദിക്കുന്നത് പോലെ, വഹുസൂലിൽ ആഫിയത്തി മിൻ ബലാഇ ദുനിയ വഅദാബിൽ ആഖിറ, പരത്തികമായ ശിക്ഷ, ദുന്യവിയായ പരീക്ഷണങ്ങൾ, അതിലൊക്കെ ആഫിയത്ത് കിട്ടാൻ വേണ്ടി തേടുന്നത് പോലെ, ഇത്തരം തേട്ടങ്ങളൊക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ സൃഷ്ടികളെ കയ്യാൽ നടക്കൽ പതിവില്ലാത്ത കാര്യമാണ്. ഈ കാര്യങ്ങളാണ് ചോദിക്കുന്നത് എങ്കിൽ സഅല റബ്ബഹു ദാലിക, അതവൻ റബ്ബിനോട് ചോദിക്കണം. അതാണ് ഫിലാ സഅൽത ഫസ്അലില്ലാ. അപ്പൊ ഏത് കാര്യം അള്ളാഹ് ചോദിക്കാതെ പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല സൃഷ്ടികളെ കയ്യാൽ നടപ്പാക്കൽ പതിവുള്ള കാര്യമുണ്ട്, സൃഷ്ടികളെ കയ്യാൽ നടപ്പാക്കാത്ത കാര്യവുമുണ്ട്. അത് മുജാഹിദുകൾ കൊണ്ടുവന്ന വിഭജനമല്ല. അതിന് മനുഷ്യ കഴിവ് എന്ന് പറയാം, സൃഷ്ടി കഴിവ് എന്നും പറയാം. ഈ വാചകം അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തിയിട്ട് കെ എം മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ അദ്ദുആ വൽ ഇബാദ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അപ്പൊ സൃഷ്ടികളെ കയ്യാൽ നടപ്പാക്കൽ പതിവില്ലാത്ത കാര്യമാണെങ്കിൽ ഹിദായത്തിനെ ചോദിക്കുക, ഇൽമിനെ ചോദിക്കുക, ഖുർആൻ ഹദീസും പഠിയാൻ വേണ്ടി ചോദിക്കുക, അതേപോലെ രോഗം ശിഫയെ കിട്ടാൻ വേണ്ടി ചോദിക്കുക, ആഫിയത്ത് ചോദിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണെങ്കിൽ സഅല റബ്ബഹു ദാലിക, അത് റബ്ബിനോടാണ് തേടേണ്ടത്. എന്നാൽ വഇൻ കാനത്തിൽ ഹാജത്തുല്ലത്തി യസ്അലുഹാ ജറത്തിൽ ആയത്തു അന്നല്ലാഹു സുബ്ഹാനഹു വ തആല യുജ്രിഹാ അലാ ഐദി ഖൽഖിഹി, എന്നാൽ ചോദിക്കുന്ന കാര്യം അല്ലാഹു തആല സൃഷ്ടികളെ കയ്യാൽ നടപ്പാക്കൽ പതിവുള്ള കാര്യമാണെങ്കിലോ അതേതാ? കൽ ഹാജാത്തിൽ മുതഅല്ലിഖത്തി ബിഅസ്ഹാബിൽ ഹിറഫി വസനാഇഹി, ജോലികൾ, വ്യത്യസ്തമായ കൈത്തൊഴിലുകൾ, വ്യത്യസ്തമായ നിർമ്മാണങ്ങൾ, അതിലേക്ക് ആളുകളോട് പോയി സഹായം ചോദിക്കും. ഒരു മേശ ഉണ്ടാക്കി തരണം, അതേപോലെ ഒരു ചെരുപ്പുണ്ടാക്കി തരണം, ഒരു വസ്ത്രം തുന്നിത്തരണം, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ തൊഴിൽ മേഖലയിൽ ഇടപെടുന്ന ആളുകളോട് ആ കാര്യങ്ങൾ ചോദിക്കലുണ്ട്.
ഉലാത്തുൽ ഉമൂരി, അതേപോലെ കൈകാര്യകർത്താക്കളോട് നേതാക്കന്മാരോടൊക്കെ പലതും പോയി ചോദിക്കലുണ്ട്. ഇതൊക്കെയാണെങ്കിലോ സഅലല്ലാഹ തആല, അവിടെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. അതേതാ? അയ്യഅതിഫ അലൈഹി ഖുലൂബഹും, അവരെ മനസ്സിന് പാകപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കാം. റബ്ബേ, ഞാൻ അടുത്ത് പോകുന്നുണ്ട്, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് റബ്ബേ, ഓരോരുത്തർ പോയി നോക്കട്ടെ, വല്ലതും കിട്ടിയാൽ, സഹായിച്ചാൽ, ഒരു കടം തന്നാൽ തൽക്കാലം രക്ഷപ്പെടാം, അല്ലാഹ് തരാനുള്ള മനസ്സ് നീ കൊടുക്കണേ. ഇത് അള്ളാഹുവിനോട് ചോദിക്കണം എന്നാ, അത് CM-നോടല്ല. ആ ചോദ്യം അള്ളാഹിനോട്. എന്ന ഈ കാര്യമോ അവിടെ പോയി ആവശ്യപ്പെടാം. അപ്പൊ അവന് പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ ഹന്നിൻ അലൈനാ ഖുലൂബ ഇബാദിക വഇമാഇക വമാ അസ്ബഹ ദാലിക, പഠിച്ചതുപോലെ കൽബ് നീ എന്നോട് കരുണ ഉണ്ടാക്കണം റബ്ബേ, ഇത് തരാനുള്ളൊരു മനസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. സമാനമായൊക്കെ ചോദിക്കാം എന്നാണ് നബി ഇമാം റഹിമഹുല്ലാഹ് ശറഹുൽ അർബഈനയിൽ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നിങ്ങൾ അട്ടിമറിച്ചത്. ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. ഇതാണ് അട്ടിമറിച്ചത്. ഇത് തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടതായി കാണാം. തഫ്സീർ റാസിയിലും സമാനമായ ആശയമുണ്ട്. ഇമാം റാസി റഹിമഹുല്ലാഹ് സൂറത്ത് അംഫാലിലെ 64-ാമത്തെ ആയത്തിലെ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുകയാണ്, അല്ലാഹു തആലയാണ് എല്ലാ സഹായം നൽകുന്നവൻ. അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, എല്ലാ സഹായവും ശക്തിപ്പെടുത്തലുമൊക്കെ പടച്ച റബ്ബിൽ നിന്ന് തന്നെയാണ് ലഭിക്കുക. പക്ഷേ വലാകിന്നഹു അലാ ഖിസ്മൈൻ, പക്ഷേ രണ്ട് രൂപത്തിലാണ് ഉണ്ടാവുക. സഹായം നൽകുന്നവൻ അല്ലാഹ്, സംശയമല്ല. പക്ഷേ അല്ലാഹു തആല രണ്ട് രൂപത്തിലാണ് നൽകുക. ഒന്ന് ഇദാഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅ്താദ, പതിവുള്ള അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന ലഭിക്കാത്ത കാര്യങ്ങൾ, മറ്റൊന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ. കണ്ടോ, അല്ല രണ്ട് കോലത്തെ സഹായം നൽകുക. ഒന്ന് അല്ല നിശ്ചയിച്ച അസ്ബാബുകൾ, വ്യവസ്ഥകൾ മുഖേന അല്ല നടപ്പാക്കുന്ന കാര്യമുണ്ട്. രണ്ട്, ആ വ്യവസ്ഥകൾ മുഖേന അല്ലാതെ അല്ലാഹു നടപ്പാക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് വ്യവസ്ഥകൾ മുഖേന ലഭിക്കുന്ന കാര്യമാണോ അവിടെ അവനിലേക്ക് ചേർത്തി പറയാം. അവൻ സഹായിച്ചു, ഇവൻ സഹായിച്ചു, അവൻ നൽകി, ഇവൻ തന്നു എന്നൊക്കെ പറയാം. എന്നാൽ അതല്ല, ഈ വ്യവസ്ഥകൾ ഇല്ലാതെ പടച്ച റബ്ബ് നേരിട്ട് നടപ്പാക്കുന്ന കാര്യമാണോ അത് അല്ലാഹുവിലേക്ക് ചേർത്തിയാ പറയേണ്ടത്. അതാണ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. നബിയോട് അല്ലാഹ് പറയാ, നബിയെ അല്ലാഹു തആല താങ്കളെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം കൊണ്ട്, വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ടും. അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തി, മുഅ്മിനീങ്ങളെ കൊണ്ടും. അവിടെ റാസി റഹ്മത്ത് ചർച്ച ചെയ്യുക, അല്ലാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ മുഅ്മിനീങ്ങളെ കൊണ്ടെന്ന് പറഞ്ഞത്? അപ്പൊ രണ്ട് സഹായം നബിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്ന്, അല്ലാഹ് നേരിട്ട് സഹായം നൽകി. രണ്ട്, അല്ലാഹു തആല അസ്ബാബുകളായി മുഅ്മിനീങ്ങൾ നിശ്ചയിച്ചു കൊടുത്തു. ആ മുഅ്മിനീങ്ങൾ വഴി നബിക്കൊരു പിന്തുണ, നബിക്കൊരു ഒരു എല്ലാത്തരമുള്ള ഒരു സഹായം, ഒരു പിന്തുണ ആ വഴിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഇതാണ് അഹ്ലുസുന്ന പഠിപ്പിച്ചതൊക്കെ. ഇതിനെ അട്ടിമറിച്ചിട്ടാണ് ഇവിടെ ഇസ്തിഗാസ സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതൊക്കെ മാറ്റിച്ചിട്ട് ഇലാഹാണ് വിശ്വാസമില്ലാതെ മതി, സ്വയം കഴിവ് വിശ്വസിക്കാതിരുന്നാൽ മതി, എന്നാ പിന്നെ ആരോടുമാകാം, എന്തുമാകാം, എന്തും വിശ്വസിക്കാം, ശിർക്കിന്റെ പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്തിഗാസ പ്രസ്താവിച്ചത്. ആ ഇസ്തിഗാസ പ്രമാണങ്ങൾ പഠിപ്പിച്ചതല്ല. അത് നബിതങ്ങൾക്ക് പരിചയമില്ല, അത് സ്വഹാബത്തിന് പരിചയമില്ല, അത് താബിഈങ്ങൾക്ക് പരിചയമില്ല, അത് തബഉ താബിഈങ്ങൾക്ക് പരിചയമില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥ ഹിജ്റ 7-ാം നൂറ്റാണ്ട് വരെ ഈ ഇസ്തിഗാസയെ പ്രൊമോട്ട് ചെയ്യാൻ ഒരാൾ മുന്നോട്ട് വന്നിട്ടുമില്ല. ഹിജ്റ 7-ാം നൂറ്റാണ്ട് വരെ ഈ തലതിരിഞ്ഞ ഷിയാക്കൾ സ്വീകരിച്ച ഇസ്തിഗാസയെ അഹ്ലുസുന്നയുടെ പേരിൽ പ്രൊമോട്ട് ചെയ്യാൻ ഒരാളും തയ്യാറായിട്ടില്ല. 7-ാം നൂറ്റാണ്ടിൽ ആദ്യമായ ശ്രമം ഉണ്ടായത് ഹിജ്റ 683 വഫാത്തായ നുഅ്മാനുൽ മറാക്കിഷി എന്ന് പറയുന്ന ഒരു സൂഫി പണ്ഡിതൻ. അദ്ദേഹം ഒരു കിതാബ് എഴുതി, മിസ്ബാഹുൽ ളലാം ഫിൽ മുസ്തഗീസിന ബിഖൈരിൽ അനാം അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ യഖ്ലത്തി വൽ മനാം. അതാ കിതാബിന്റെ പേര്. കുറച്ച് വലിയ പേരാ. ആളെ പറ്റിക്കാൻ കിതാബ് ഉണ്ടാവും, പേര് വലുതാവും. എന്താ കിതാബ്? മിസ്ബാഹുൽ ളലാം, ഇരുട്ടിലെ വിളക്ക്. എന്തിന്? ഫിൽ മുസ്തഗീസിന ബിഖൈരിൽ അനാം, നബിയോട് ഇസ്തിഗാസ ചെയ്ത മനുഷ്യന്മാർക്കുള്ള വെളിച്ചം. അല്ല കിതാബ്. നബിയോട് ഇസ്തിഗാസ ചെയ്യാം. എപ്പോ? ഫിൽ യഖ്ലത്തി വൽ മനാം, ഉണർച്ചയിലും പറ്റും, ഉറക്കത്തിലും പറ്റും. രണ്ട് കോലത്തിൽ നബി അവിടെ വരും, നബി സഹായിക്കും എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറാക്കിഷിയുടെ കിതാബ് ഹിജ്റ 683 ഇദ്ദേഹം വഫാത്താകുന്നത്. ഈ കിതാബിന്റെ പ്രത്യേകത എന്താ അറിയോ? ആ കിതാബിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്ന വല്ലാത്തൊരു യാഥാർത്ഥ്യമുണ്ട്.
തുടക്കത്തിൽ അദ്ദേഹം പറയാണ്, ഹന്ദുസാദും ചിലർ അദ്ദേഹം പറയാണ്, ഫഇന്നഹു സബഖ ജമാഅത്ത് മിൻ ഉലമാഇൽ അഅ്ലാം, വലിയ വലിയ പണ്ഡിതന്മാർ, ഒരു സംഘം പണ്ഡിതന്മാർ മുമ്പേ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ത്? ഇലാ ജംഇ അഖ്ബാരി മൻ ഇസ്തഗാസ ബില്ലാഹി ഫിൽ അസിമാതി വലജാ ഇലൈഹി ഇൻദ തലബാതി ഫബല്ലഗഹു അല്ലാഹു തആല തിൽബതഹു വഉംനിയതഹു വഫറജ അൻഹു ഖുർബതഹു വശിദ്ദതഹു. പടച്ച റബ്ബിനോട് സഹായം തേടിയിട്ട് അല്ലാഹു തആല സഹായം നൽകിയ, അല്ലാഹ് പ്രയാസം ദൂരീകരിച്ച, അല്ലാഹു തആല സഹായിച്ച സംഭവങ്ങളെ ക്രോഡീകരിക്കാൻ എനിക്ക് മുമ്പ് ഒരുപാട് പണ്ഡിതന്മാർ കിതാബ് എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദുആനോളി, അള്ളാഹുവിന്റെ ദുആ ഉത്തരം കിട്ടും, അള്ളാഹ് സഹായിക്കും, അങ്ങനെ സഹായിച്ച ചരിത്ര സംഭവങ്ങൾ എമ്പാടുമുണ്ട് എന്ന് പറഞ്ഞ് അത്തരം ഒരുപാട് കിതാബുകൾ എനിക്ക് മുമ്പേ എഴുതപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാ, ഉദാഹരണമായി ഇബ്നു അബി ദുനിയ അദ്ദേഹം കിതാബ് എഴുതി, സമ്മാഹു അൽ ഫറജു ബൈദ സിദ്ദ എന്ന കിതാബ് എഴുതി. അൽ ഫറജു ബൈദ സിദ്ദ, പ്രയാസത്തിന് ശേഷം ആശ്വാസം ഉണ്ടാകും എന്ന കിതാബ്. എന്താ പഠിപ്പിച്ചത്? അള്ളാഹുവിനെ തേടിയാൽ ഏത് ബുദ്ധിമുട്ട് അള്ളാഹ് സഹായിക്കുമെന്ന് മുഅ്മിനീങ്ങളെ പഠിപ്പിക്കാൻ ഇബ്നു അബി ദുനിയ എഴുതിയ കിതാബാണ്. വകിതാബൻ സമ്മാഹു മുജാബി അദ്ദഅവ, ഇബ്നു അബി ദുനിയയുടെ മറ്റൊരു കിതാബ് മുജാബു അദ്ദഅവ, അള്ളാഹുവിന്റെ ദുആനിട്ട് ഉത്തരം കിട്ടിയ ആളുകൾ. ഇബ്നു അബി ദുനിയ കിതാബിന്റെ പേരാണ്. ആരൊക്കെ അള്ളാഹുവിന്റെ ദുആനിട്ട് ഉത്തരം കിട്ടിയ ഒരുപാട് സംഭവം അദ്ദേഹം നൽകുകയാണ്. അതേപോലെ ഇമാം തനൂഹി അബുൽ ഖാസിം അദ്ദേഹം കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ ഫറജു ബൈദ സിദ്ദ അതിൻ്റെ പേര്. അതേപോലെ അബുൽ വലീദ് കിതാബ് എഴുതിയിട്ടുണ്ട്. അതേപോലെ മുഹമ്മദ് ഖുർത്തുബ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ കിതാബ് എഴുതിയിട്ടുണ്ട്. അൽ മുസ്തസ്ലിഖീന ബില്ലാ ഇൻദ നുസൂലിൽ ബലാ, ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോൾ അള്ളാഹിനോട് വിളിച്ചു തേടുന്ന ആളുകൾ എന്ന പേര് കിതാബ് എഴുതിയിട്ടുണ്ട്. അത് അബുൽ ഖാസിം ബസ്കുവാൽ അദ്ദേഹം കിതാബ് എഴുതിയിട്ടുണ്ട്, അൽ മുസ്തഗീസീന ബില്ലാ, അള്ളാഹുവിനോട് ഇസ്തിഗാസ ചെയ്തവർ എന്ന കിതാബ് എഴുതിയിട്ടുണ്ട്. വഹാദാ ബാബുൻ വാസിഉൻ, ഇത് വിശാലമായ ഒരു ഭാഗമാണ്. ഇങ്ങനെ ധാരാളം കിതാബ് എനിക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പക്ഷേ ഞാനിങ്ങനെ നോക്കുമ്പോൾ വേറെ ഒരാളും ചെയ്യാത്തൊരു പണി വരുന്നുണ്ട്. അതെന്താ? ഫഖസത്തു അൻ അദ്കുറ മാ വഖഅലി മിമ്മൻ ഇസ്തഗാസ ബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലാദ ബിഹി ഫീ സിദ്ദതിഹി വതവസ്സല ഇലല്ലാഹി അസ്സ വജല്ല ഇദ് ഹുവ ഖിയറതുഹു മിൻ ഖലീഖതിഹി വലം അറ ഫീമാ അലിംതു മൻ ജമഅ ശൈഅൻ മിൻ ദാലിക. അല്ലാഹു തേടിയ ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ ഒരുപാട് കിതാബ് എനിക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ എഴുതി. ഞാൻ നബിയോട് തേടിയ ഉത്തരം കിട്ടിയത് പറയാൻ ഒരാൾ ഒരു കിതാബ് എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് എഴുതുകയാണ്. കണ്ടങ്ങൾ, അള്ളാഹുവിനെ തേടിയിട്ട് ഉത്തരം കിട്ടിയ സംഭവങ്ങൾ എഴുതിയ, ക്രോഡീകരിച്ച ധാരാളം കിതാബ് എനിക്ക് മുമ്പുള്ള പണ്ഡിതന്മാർ എഴുതി കഴിഞ്ഞു. എന്നാൽ നബിയോട് തേടിയിട്ട് ഉത്തരം കിട്ടി എന്ന് പറയാൻ ഒരാളും മുന്നോട്ട് വന്നിട്ടില്ല. വലം അറ, ഞാൻ കണ്ടിട്ടില്ല, ഫീമ അലിംതു, അറിഞ്ഞിടത്തോളം, മൻ ജമഅ ശൈഅൻ മിൻ ദാലിക, അതെല്ലാം കൂടി ക്രോഡീകരിച്ച ഒരാളെയും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ കാലത്ത് കിതാബ് എഴുതാൻ തീരുമാനിച്ചു. ആ കിതാബാണ് ഈ കിതാബ്. അപ്പൊ ഹിജ്റ 7-ാം നൂറ്റാണ്ടിലാണ് ഇങ്ങനെ പണി ചരിത്രത്തിൽ ആരംഭിക്കുന്നത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജീവിച്ചിട്ടുള്ള കാലത്ത് ചില ഉസ്താദുമാർ പറയുന്നുണ്ട്, ഇബ്നു തൈമിയ്യാണ് ആദ്യമായി ഇസ്തിഗാസ എതിർത്തത് എന്നാ. കാരണം മൂപ്പര കാലത്ത് ആദ്യമായി ഈ വാദം കൊടുത്തത്. അപ്പൊ അദ്ദേഹം എതിർത്തു. ഈ കിതാബ് എഴുതിയ ആളെന്നെ പറഞ്ഞു, എനിക്ക് മുമ്പ് ഒരാളും അങ്ങനെ ചെയ്തിട്ടില്ല. എങ്ങനെ നബിയോട് തേടിയിട്ടും ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കാൻ ഒരു കിതാബ് ഒരാളും എഴുതിയിട്ടില്ല. അള്ളാഹുവിനെ തേടിയാൽ കിട്ടുമെന്ന് പറയാനോ കുറേ കിതാബുണ്ട്. അവിടെ ഞാൻ ഈ പണി തുടങ്ങുകയാണ്. അതാണ് പാരമ്പര്യം ചെന്ന് മുട്ടുന്നത്. അവിടെ നിന്നാണ് പിന്നില്ല. പാരമ്പര്യം ചെന്ന് മുട്ടുക അവിടെയാണ്. അദ്ദേഹം സൂഫിയാണ്, തസവുഫാവട്ടെ ഷിയാക്കളിൽ നിന്നാണ്. അവിടെ നിന്ന് അങ്ങോട്ടാ പോവുള്ളൂ. അല്ലാതെ പ്രമാണങ്ങളിലേക്ക് ഇത് വിട്ടൂല, നബിയിലേക്ക് എത്തൂല, സ്വഹാബത്തിലേക്ക് എത്തൂല. അതാണ് ഇതിന്റെ വസ്തുത. അപ്പൊ ഈ മിസ്ബാഹുൽ അലാമിലെ മറാക്കിഷി അദ്ദേഹമാണ് ലോകത്ത് ആദ്യമായി ഇങ്ങനെ കിതാബ് എഴുതിയ മനുഷ്യൻ. പിന്നെ ആ വഴിക്ക് പലരും വന്നു. പിന്നെ അതിലേക്ക് പൊടിപ്പുന്തങ്ങളും വെച്ച് കൂട്ടിച്ചേർത്ത് പലരും കൊണ്ടുവന്നു. അതിലൊക്കെ വന്ന കഥകളാണ് ഇപ്പോഴും ഈ ഉസ്താദുമാർ ഇങ്ങനെ മുഖാമുഖത്തിലും അല്ലാത്തതിലൊക്കെ വായിച്ചു കൊണ്ടിരിക്കുന്നത്. കുറേ കിതാബ് ഇങ്ങനെ വായിക്കും, അത്ര നൂറ്റാണ്ട് മുമ്പ് എഴുതിയതാണ്, ഇത്ര കൊല്ലം മുമ്പ് എഴുതിയതാണ് എന്ന് പറഞ്ഞ് കുറേ കിതാബ് വായിക്കുമ്പോൾ സാധാരണ ഉസ്താദ് എത്ര കിതാബാണ് വായിച്ചത്, ഏതാണ് ഇസ്തിഗാസ കുഴപ്പമില്ലാതെ മനസ്സിലായി എന്ന് അവരാണ് വിശ്വസിച്ചോളും എന്നതാണ് അവിടെയൊക്കെ ധൈര്യം. സഹോദരന്മാരെ, എന്തിനാണ് ഈ സാധുക്കളെ പറ്റിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു ഏർപ്പാടില്ല. നമുക്ക് അല്ലാഹ് മതി, ആ റബ്ബിനോട് തേടിയാൽ മതി. ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും ഹസ്ബി അല്ലാ, എനിക്കല്ല മതി, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി എന്ന് പ്രഖ്യാപിക്കാൻ എന്താ ഉസ്താദുമാരെ തടസ്സമുള്ളത്? നമുക്ക് തേടാൻ ഒരാളും വേണ്ട, നമുക്ക് തേടാൻ ഒരു മഹാനും വേണ്ട, ഒരു വലിയും വേണ്ട,
ഒരു ജിന്നും വേണ്ട, ഒരു മലക്കും വേണ്ട, ഒരു പടപ്പും വേണ്ട. എൻ്റെ തേട്ടം എൻ്റെ റബ്ബിനോട് മാത്രം. കുൽ ഇന്നമാ അദ്ഉ റബ്ബി, പറയൂ പ്രവാചകരെ, ഞാൻ വിളിച്ചു തേടുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ റബ്ബിനോട് മാത്രമാണ്, അവനിൽ ഒരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല എന്ന് പറയൂ നബിയെ എന്ന് വിശുദ്ധ ഖുർആനല്ലേ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അതിലേക്ക് മടങ്ങണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സമസ്തക്കാരൊക്കെ പണ്ട് പറഞ്ഞ എന്താ, നമ്മളാരും തേടുന്നില്ല, ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞത്. ഞങ്ങൾ തവസ്സുലാണ്, ഹക്ക് വർക്കത്തോട് തേടുകയാണ്, അല്ല ഞങ്ങളാരും മഹാന്മാർ തേടുന്നില്ല എന്നായിരുന്നു പണ്ട് പറഞ്ഞത്. അൽ ഖൗലു സദീദ് എന്ന പേരിൽ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ സമസ്തയുടെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ്, എന്താ കിതാബിന്റെ പേര്? അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ്. അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ്, തൗഹീദിന് ഖണ്ഡനം. അൽ ഖൗലു സദീദ് ശരിയായ വാക്ക് എന്തിന്? ഫീ റദ്ദി തൗഹീദ്, തൗഹീദിന് ഖണ്ഡനത്തിന്. ശരിയാണ്, തൗഹീദിന് ഖണ്ഡനാണ്. സംഭവം എന്താ വെച്ചാൽ, അന്ന് മുജാഹിദ് പണ്ഡിതനായ പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ, അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി അത്തൗഹീദ് എന്ന പേരിൽ. അത്തൗഹീദ് അതിന് മറുപടി എഴുതില്ല, പക്ഷെ അറബിയിൽ പേട്ടപ്പോൾ എന്തായി? അൽ ഖൗലു സദീദ് ഫീ റദ്ദി അത്തൗഹീദ് എന്നാണ്. പക്ഷേ ഫീ റദ്ദി തൗഹീദ്, തൗഹീദിന് ഖണ്ഡനം. ശരിയാണ്, തൗഹീദ് ഖണ്ഡിക്കുക അവിടെ ചെയ്തത്, ശിർക്ക് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇതിൽ എഴുതിയത് 1945-ലാണ്. 1945 അദ്ദേഹം പറയാണ്, കണ്ണൂർ അബ്ദുൽ ഖാദർ മൗലവിയെ ഗണ്ണിച്ചുകൊണ്ട് പറയാണ്, കർത്താവേ, കർത്താവ് പറഞ്ഞാൽ ഗ്രന്ഥകർത്താവ്, അഥവാ ഈ തൗഹീദ് എന്ന കിതാബ് എഴുതിയ മുഅല്ലിഫ് ഗ്രന്ഥകർത്താവിനോട് പറയാണ്, കർത്താവേ, അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. കണ്ടോ, അല്ലാഹു അല്ലാത്ത നബിയാകട്ടെ, അല്ലാഹു അല്ലാത്ത ഏത് വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമുമില്ല. തവസ്സുല്, ഇസ്തിഗാസ മുതലായത് നബിയോടോ വലിയോടോ പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയോ അല്ലെന്ന് മുമ്പ് ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ശേഷം വീണ്ടും അദ്ദേഹം പറയാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിമും പറഞ്ഞതായി കേൾക്കുവാനോ അറിയുവാനോ ഇടവന്നിട്ടില്ല. അങ്ങനെ മുസ്ലിമും പറയുന്നതുമല്ല. ഒരു മുസ്ലിം എങ്ങനെ പറയില്ല? ഇത് 1945 വരെ ഒരാളും പറയില്ല, ഒരു മുസ്ലിമിന് പറയാൻ പറ്റില്ല. ഇന്ന് വ്യാപകമാണ്. സാക്ഷാൽ കാന്തപുരത്തിന്റെ മകനല്ലേ പറഞ്ഞത്, ബദരീങ്ങോട് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത്. ആ ക്ലിപ്പുണ്ടോ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ? കാന്തപുരത്തിലെ സാക്ഷാൽ മോനാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചില നിയമപ്രശ്നം വന്നപ്പോൾ ബദരീങ്ങോട് പ്രാർത്ഥിച്ചു. ഇവിടെ പറഞ്ഞെന്താണ്? ഞങ്ങളങ്ങനെ മഹാന്മാർ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല, ഒരു മുസ്ലിം ഒട്ട് പറയുകയുമില്ല. ഒരു മുസ്ലിമും അങ്ങനെ പറയുകയില്ല. ഇപ്പൊ പറഞ്ഞോനോ ഓ മുസ്ലിമാണോ അല്ലേ, ഇത് പ്രകാരം ഞങ്ങൾ കാഫിറാക്കി തരണ്ട, ഇത് പ്രകാരം അവർ മുസ്ലിമാണോ അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, വ്യക്തമായ വഴികേടിലാണ്, ഇസ്ലാമിനന്യമായ മുസ്ലിമീങ്ങൾക്കന്യമായ വ്യക്തമായ വഴികേടിൽ തന്നെയാണ് ചെന്നുപെട്ടത്. ആ ഭാഗം കേൾക്കാം നമുക്ക്. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായി. അപ്പൊ കണ്ടോ, ഇവിടെ പറഞ്ഞെന്താണ്? പ്രാർത്ഥിച്ചുവെന്ന് പറഞ്ഞതായി കേട്ടിട്ടില്ല, ഒരു മുസ്ലിം അങ്ങനെ പറയുകയുമില്ല. ഈ പറഞ്ഞാളോ, ഇതേതാ വർഗം, ഏതാ ജാതി? സഹോദരന്മാരെ, ഇത് വാശിയല്ല, ഇത് വ്യക്തമായ വഴികേടാണ്. വ്യക്തമായ വഴികൾ അല്ലാഹു റസൂലും പഠിപ്പിച്ച അടിസ്ഥാന ആശയത്തിൽ നിന്നാണ് തെറ്റിപ്പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏതായിരുന്നാലും ശരി, ഇവിടെ വന്ന് ഇനി അല്ലാഹു തേടാം, മഹാന്മാരെ തേടാം, അമ്പിയാരോട് തേടാം എന്ന് പറയാൻ അലവി സഖാഫി കാര്യമായി കൊണ്ടുവന്നത് ഒരു 4-5 തെളിവുകളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ഒരായത്താണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആയത്താണ് പറഞ്ഞത്. എന്താ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ എന്ന ആയത്ത് ഖുർആനിലുണ്ട്, ശരിയാ ഖുർആനിലുണ്ട്, അല്ലാഹു പറഞ്ഞില്ല. അങ്ങനെ ആയത്ത് ഖുർആനിലുണ്ട്. സൂറത്ത് മാഇദയിലെ 55-ാമത്തെ വചനമാണത്. ഇതാണത്രേ
അള്ളാഹുലത്ത് തേടാനുള്ള തെളിവ്. എന്താ പറഞ്ഞത്? ഇന്നമാ വലിയുക്കുമുള്ള, തീർച്ചയായും നിങ്ങളെ വലിയ അല്ലയാണ്, വറസൂലുഹു, അവന്റെ റസൂലുമാണ്, വല്ലദീന ആമനൂ, സത്യവിശ്വാസികളുമാണ്. ഏത് വിശ്വാസികൾ? അല്ലദീന യുഖീമുനസ്സലാ വയുതൂന സക്കാ വഹും റാക്കിഊൻ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന, സകാത്ത് നൽകുന്ന, റുകൂഅ് നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളുമാകുന്ന നിങ്ങളെ വലിയ. ഇതാണ് സൂറത്തുൽ മാഇദ 55-ാമത്തെ ആയത്ത്. ഇതാണ് മൂപ്പര് കാര്യമായി പറഞ്ഞത്. അല്ലാത്തവരെ സഹായിക്കും, മഹാന്മാരെ സഹായിക്കും, അവരുടെ സഹായം തേടാം. തെളിവെന്താ? സൂറത്തുൽ മാഇദയിലെ ഈ ആയത്താണ് എന്ന്. ഈ ആയത്തിന് നേക്കുന്നത് തെളിവാന്ന് വിചാരിച്ചാൽ പോലും കോയപ്പാപ്പയും CM ഒക്കെ അതിൽ ഔട്ടാവുമല്ലോ. കാരണം എന്താ പറഞ്ഞ? നിങ്ങളെ വലിയ അല്ലയാണ്, നിങ്ങളെ വലിയ റസൂലാണ്, നിങ്ങളെ വലിയ മുഅ്മിനീങ്ങളാണ്. ഏത് മുഅ്മിനീങ്ങൾ? മുറപ്രകാരം നിസ്കരിക്കുന്ന, സകാത്ത് നൽകുന്ന, റുകൂഅ് ചെയ്യുന്ന ആളുകളുമാകുന്നു, ആ മുഅ്മിനീങ്ങളാകുന്നു നിങ്ങളെ വലിയ. കോയപ്പാപ്പ നിസ്കരിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. കോയപ്പാപ്പ നിസ്കരിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരു കാലത്തും. ജീവിതത്തിൽ മാത്രമേ, എല്ലാവരും മരിച്ചാ പള്ളി കയറും, മൂപ്പര മയ്യത്തും പള്ളി കയറിയിട്ടില്ല. അതാണ് ജീവിതകാലത്തും മരണത്തിന് ശേഷവും പള്ളിയിൽ കയറുവാൻ വിധിയില്ല എന്നോവർ എന്നാണ് കോയപ്പാപ്പമാരി പറയാൻ പറ്റുക. ജീവിതകാലത്തും പള്ളി കയറിയിട്ടില്ല, മരിച്ചിട്ടും പള്ളി കയറിയിട്ടില്ല. അപ്പൊ ആയത്ത് തെളിവാണെങ്കിൽ തന്നെ താജുൽ ഔലിയ ഔട്ടായി. CMO പിന്നെ അതേ ആ റൂട്ട് തന്നെയാണല്ലോ. എന്നല്ല, കൃത്യമായി 5 വരെ നിസ്കരിച്ച് മുമ്പ് വെച്ച് സക്കാത്തും കൊടുക്കണ ഒരു ഔലിയന്റെ പേര് പറയാൻ പറ്റും നിങ്ങൾക്ക്? 5 വരെ നിസ്കാരവും സക്കാത്തൊക്കെ കൊടുക്കുന്ന ഒരു വലിയ, അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിലോ ഓരോട്ട് ഇസ്തിഗാസക്ക് പറ്റൂല. ഈ ആയത്ത് ഇസ്തിഗാസക്ക് തെളിവാണെങ്കിൽ അലവി സഖാഫി ഈ ആയത്തിന് പരിധിപ്പെടില്ലേ? നിസ്കരിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, റുകൂഅ് ചെയ്യുന്ന മുഅ്മിനീങ്ങൾ. അപ്പോൾ അലവി സഖാഫിനോട് ഇസ്തിഗാസ ചെയ്യാൻ പറ്റുമോ? നമ്മളൊക്കെ ഈ ആയത്തിന് പരിധിപ്പെടുന്ന വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ആക്കി തരട്ടെ. അപ്പം ഏത് മുഅ്മിനോടും ഇസ്തിഗാസ ചെയ്യാമെന്നല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെ മഹാന്മാർ നിന്ന്? എവിടെ മഹാന്മാർ? വല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളുമാകുന്നു. ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട ബഹളത്രായത്തുണ്ട്. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ഔലിയാ ആണ്, പരസ്പരം മിത്രങ്ങളാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ, വിശ്വാസിനികൾ പരസ്പരം ആദർശ ബന്ധമുണ്ട്, വിലായത്തുണ്ട്, വലാ ഉണ്ട് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആർക്കും ആരോടും തേടാമെന്നാണോ? ഏത് മുഅ്മിനോടും തേടാമെന്നാണോ? അതോ നിങ്ങളൊന്നും മുഅ്മിൻ അല്ല എന്നാണോ? പിന്നെ എങ്ങനെ ഇത് മഹാന്മാർക്ക് മാത്രം പരിമിതപ്പെടുക? മാത്രമല്ല, ഈ ആയത്തിൽ പറഞ്ഞ ഈ വിലായത്ത് സ്ഥാപിക്കൽ നിർബന്ധമാണ്.